കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സാമിൻ്റെ സിലബസിൽ കെമിസ്ട്രി പാർട്ടിൽ നിന്ന് വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും പ്ലസ് ടുവിലൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്നുള്ളത്. അപ്പോൾ ആ പാർട്ടിയിൽ നിന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചുറ്റും നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ അതിലൊരു 20 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ദി ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആക്ട് ആസ് സീരിയസ് പൊല്യൂട്ടൻ എമോങ് ദി ഫോളോയിങ് ആർ. ഓപ്ഷൻ എ N2O, അല്ലെങ്കിൽ 3 നൈട്രജൻ്റെ ഓക്സൈഡ്സ് ആണ് തന്നിരിക്കുന്നത് നമുക്ക്, N2O, NO, NO2. ഇവരിൽ 3 പേരിൽ ആരൊക്കെയാണ് പൊല്യൂട്ടൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എയും പറയുന്നു 1ഉം 2ഉമാണ്, 1 3ഉമാണ്, 1 2 3ഉമാണ്, 2 3ഉമാണ് എന്നൊക്കെ ഉള്ളൊരു ഓപ്ഷൻസ് ഒക്കെ കുറേ തന്നിട്ടുണ്ട് നമുക്ക്. ഇവർ 3 പേരും എന്താണ്? നൈട്രജൻ്റെ ഓക്സൈഡ്സ് ആണ്. അതുപോലെ തന്നെ ഇവർ 3 പേരും എന്താണ്? പൊല്യൂട്ടൻസും ആണ്. ഈ N2O എന്ന് പറയുന്നത് നൈട്രസ് ഓക്സൈഡാണ്, NO എന്ന് പറയുന്നത് നൈട്രിക് ഓക്സൈഡാണ്, NO2 എന്ന് പറയുന്നത് നൈട്രജൻ ഡയോക്സൈഡ് ആണ്. അപ്പോൾ ഇവർ 3 പേരും എന്താണ്? പൊല്യൂട്ടൻസ് ആണ്. ഓക്കെ, ഈ N2O എന്ന് പറയുന്നത് വേറൊരു പേരിലും കൂടി നമുക്ക് അറിയപ്പെടും, ലാഫിംഗ് ഗ്യാസ് എന്നും കൂടി പറയും നമ്മൾ. ഓക്കെ, നമുക്കറിയാവുന്ന ഒരു പേരാണ് ലാഫിംഗ് ഗ്യാസ്. ലാഫിംഗ് ഗ്യാസ് ആണ് നമ്മുടെ ഈ N2O എന്ന് പറയുന്നത്. ഈ N2Oനെ നമ്മൾ അനസ്തെറ്റിക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സർജറിക്കൊക്കെ അനസ്തെറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് N2O എന്ന് പറയുന്നത്. അതുപോലെ തന്നെ NO2 എന്ന് പറയുന്നത് വെഹിക്കിൾ എമിഷനിൽ നിന്നുണ്ടാവുന്നതാണ്. അപ്പോൾ ഇവർ 3 പേരും N2Oയും NOയും NO2ഉം എന്താണ്? നൈട്രജൻ്റെ ഓക്സൈഡ്സ് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. N2O, NO, NO2 ഇവർ 3 പേരും എന്താണ്? സീരിയസ് ആയിട്ടുള്ള എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന നൈട്രജൻ്റെ ഓക്സൈഡ്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് വൺ ഈസ് ദി ബയോഡീഗ്രേഡബിൾ പൊല്യൂട്ടൻറ്റ്? ലെഡ് കോമ്പൗണ്ട്സ്, മെർക്കുറിക് സോൾട്ട്, പെസ്റ്റിസൈഡ്, ഡൊമസ്റ്റിക് വേസ്റ്റ്. ഈ പൊല്യൂട്ടൻസിന് നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞു ബയോഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ്, രണ്ടാമത്തത് നോൺ ബയോഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ് ആണ്. നോൺ ബയോഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ് ഈ പറയുന്നത്. ഇതൊക്കെ ലെഡ് കോമ്പൗണ്ട്, മെർക്കുറിക് സോൾട്ട്, പെസ്റ്റിസൈഡ്സ്. ഓക്കെ, ഇവർ 3 പേരും എന്താണ്? നോൺ ബയോഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ് ആണ്. ബയോഡീഗ്രേഡബിൾ പൊല്യൂട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡൊമസ്റ്റിക് വേസ്റ്റ്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വേസ്റ്റ് ഒരു ബയോഡീഗ്രേഡബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ അനിമൽ എക്സ്ക്രീഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ളൊരു പൊല്യൂട്ടൻ്റ് ആണ്. ഓക്കെ, ബാക്കി 3 പേരും ലെഡ് കോമ്പൗണ്ട്, മെർക്കുറിക് സോൾട്ട്, പെസ്റ്റിസൈഡ്സ്, അതുപോലെ നമ്മുടെ PAN, PBN, ആൽഡിഹൈഡ്, ഇവരൊക്കെ എന്താണ്? നോൺ ബയോഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പൊല്യൂട്ടൻസിനെ പ്രൈമറി പൊല്യൂട്ടൻസ്, സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. അത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡൊമസ്റ്റിക് വേസ്റ്റ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഫോട്ടോ കെമിക്കൽ സ്മോക്ക് ഒക്കർ ഇൻ വാം, ബ്രൈറ്റ് ആൻഡ് സണ്ണി ക്ലൈമറ്റ്. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫോട്ടോ കെമിക്കൽ സ്മോക്ക്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫോട്ടോ കെമിക്കൽ സ്മോക്ക് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താ ഫോട്ടോ കെമിക്കൽ സ്മോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്മോക്കും, അറ്റ്മോസ്ഫിയറിലെ സ്മോക്കും, അതുപോലെ തന്നെ ഫോഗും ഡസ്റ്റും, ഇവർ 3 പേരും ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ്റെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആൻഡ് ഹൈഡ്രോകാർബൺസ് ആയിട്ട് റിയാക്ട് ചെയ്യും. എന്തിൻ്റെ പ്രസൻസിൽ? സൺലൈറ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്തുകൊണ്ട് ഉണ്ടാവുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ സ്മോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സൾഫറിൻ്റെ ഓക്സൈഡ്സ് മാത്രമാണ് എന്തല്ലാത്തത്? നമുക്ക് ഈ പറയുന്നത് പോലെ ഇവിടെ ഫോട്ടോ കെമിക്കൽ സ്മോഗിന് ഒക്കറിയാത്തത്. ബാക്കി എല്ലാവരും NO2, O3, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, ഇവർ 3 പേരും എന്താണ്? ഈ ഫോട്ടോ കെമിക്കൽ സ്മോഗിന് കാരണമാകുന്നവരാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ പൊല്യൂട്ടൻ വിച്ച് കം ഡയറക്ട്ലി ഇൻ ദി എയർ ഫ്രം ദ സോഴ്സസ് ആർ കോൾഡ് പ്രൈമറി പൊല്യൂട്ടൻ. പ്രൈമറി പൊല്യൂട്ടൻസ് ആർ സംടൈംസ് കൺവേർട്ടഡ് ഇൻ ടു സെക്കൻഡറി പൊല്യൂട്ടൻസ് വിച്ച് ആർ ദ ഫോളോയിങ് ബിലോങ് ടു സെക്കൻഡറി എയർ പൊല്യൂഷൻ. അതായത് പ്രൈമറി പൊല്യൂട്ടൻ്റ് എന്നും സെക്കൻഡറി പൊല്യൂട്ടൻ്റ് എന്നും ക്ലാസിഫൈ ചെയ്യാൻ നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് ഹാർംഫുൾ കെമിക്കൽസ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് ഡയറക്റ്റ്ലി വരുന്നതിനെയാണ് നമ്മൾ പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് വിളിക്കുന്നത്. എയറിലെ കോമ്പൗണ്ട്സ് ആയിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ആ കെമിക്കൽസ് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കോമ്പൗണ്ട് എയർ ആയിട്ട് റിയാക്ട് ചെയ്തതുകൊണ്ട് ഹാംഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് വിളിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രൈമറി പൊല്യൂട്ടൻസിനും സെക്കൻഡറി പൊല്യൂട്ടൻസിനും എക്സാമ്പിൾസ് ഉണ്ട്. പ്രൈമറി പൊല്യൂട്ടൻസിന് എക്സാമ്പിളാണ് SO2, NO, CO, ഹൈഡ്രോ കാർബൺസ് ഒക്കെ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ 3 പറഞ്ഞു. SO2 പ്രൈമറി ആണെന്ന് പറഞ്ഞു, CO പ്രൈമറി ആണ്, NO പ്രൈമറി ആണ്, ഹൈഡ്രോ കാർബൺസ് പ്രൈമറി ആണ്. ഓക്കെ, ഇവരൊക്കെ എയറിൽ നേരിട്ടുണ്ടാവുന്ന പൊല്യൂഷൻ ആണ്. ഓക്കെ, പക്ഷെ ഇത് മാത്രം പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടാത്തത്. ഇതിന് വേറൊരു പേരിട്ട് നമ്മൾ വിളിക്കും PAN. ഓക്കെ, പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് ഇതെന്താണ്? സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. 5th ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദി ഫോളോയിങ്. 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഓസോൺ ലെയർ പെർമിറ്റ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഫ്രം ദ സൺ റീച്ച് ദി എർത്ത്. Acid rain is mostly because of oxides of nitrogen and sulfur. Chlorofluorocarbon are responsible for ozone layer depletion. Greenhouse effect is responsible for global warming. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓസോൺ ലെയർ പെർമിറ്റ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഫ്രം ദി സൺ റീച്ചസ് ദി എർത്ത്. നമുക്ക് ലാസ്റ്റ് നോക്കാം അല്ലേ. ഗ്രീൻ ഹൗസ് എഫക്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗ്ലോബൽ വാർമിംഗ്. അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചേക്കുന്നതാണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ് ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളത്. ഓക്കെ, ക്ലോറോഫ്ലൂറോകാർബൺ ആർ റെസ്പോൺസിബിൾ ഫോർ ഓസോൺ ലെയർ. അത് നമുക്ക് അറിയാവുന്നതാണ്. ഓസോൺ ലെയർ ഡിപ്ലീഷനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ക്ലോറോഫ്ലൂറോകാർബൺസ് ആണെന്നുള്ളത് നമുക്കറിയാം. നൈട്രജന്റെയും സൾഫറിന്റെയും ഓക്സൈഡ്സ് ആണ് എന്തുണ്ടാക്കുന്നത്? ആസിഡ് റെയിൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ മാത്രം നോക്കൂ, ഓസോൺ ലെയർ പെർമിറ്റ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. എന്ത് റേഡിയേഷൻ ആണ് സണ്ണിൽ നിന്ന് വരുന്നത്? UV റേഡിയേഷൻ ആണ് അല്ലെ. ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് അല്ല എർത്തിലേക്ക്. അപ്പൊ എന്താണ്? അവിടുത്തെ ഓപ്ഷൻ A ആണ് കറക്റ്റ്. നെഗറ്റീവ് ക്വസ്റ്റൻ ആണത്. ഓസോൺ ലെയർ ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ഓസോൺ ലെയർ പെർമിറ്റ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഫ്രം ദി സൺ റീച്ചസ് ദി എർത്ത് എന്നുള്ളതാണ് റോങ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി 6th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എക്സസ് നൈട്രേറ്റ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ ക്യാൻ കോസ്. ഡ്രിങ്കിങ് വാട്ടറിൽ എക്സസ് നൈട്രജന്റെ അളവ് കൂടുതലാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഡിസീസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെത്തിമോഗ്ലോബിനീമിയ, കിഡ്നി ഡാമേജ്, ലാക്സേറ്റീവ് ഡിസ്ഫ്ലൂറോസിസ് എന്നാണ് ചോദിക്കുന്നത്. ബ്ലൂ ബേബി സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഡിസീസാണ് ഈ എക്സസ് നൈട്രേറ്റിനകത്ത് വരുന്നത്. ഓക്കെ, എക്സസ് നൈട്രേറ്റ് ഡ്രിങ്കിങ്ങിനകത്ത് നമുക്ക് വരുന്ന ഒരു ഡിസീസ് എന്ന് പറയുന്നത് ഈ പറയുന്നതിൽ തന്നെ വേറൊരു പേരാണത്, ബ്ലൂ ബേബി സിൻഡ്രോം. ബ്ലൂ ബേബി സിൻഡ്രോം എന്നറിയപ്പെടുന്നത് ഏത് ഡിസീസാണെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ ഓപ്ഷനിൽ ബ്ലൂ ബേബി എക്സസ് നൈട്രേറ്റ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ കൊണ്ട് ഉണ്ടാകുന്നതിൻ്റെ ഓപ്ഷൻസിൽ ബ്ലൂ ബേബി സിൻഡ്രോം ഉണ്ടെങ്കിൽ അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ ബ്ലൂ ബേബി സിൻഡ്രോം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏതാ? മെത്തിമോഗ്ലോബിനീമിയ. ഓക്കെ, അപ്പോൾ എക്സസ് നൈട്രേറ്റ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസാണ് മെത്തിമോഗ്ലോബിനീമിയ. അതിന് നമുക്ക് എങ്ങനെയും കൂടി പറയാം? ബ്ലൂ ബേബി സിൻഡ്രോം എന്നും കൂടി പറയാം. ഓക്കെ, അപ്പോൾ 6th ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. ഓക്കെ, 7th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. pH ഓഫ് നോർമൽ റെയിൻ വാട്ടർ. നോർമൽ ആയിട്ടുള്ള ഒരു റെയിൻ വാട്ടറിൻ്റെ pH ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം pH സ്കെയിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 to 14 റേഞ്ചിലാണ് അതിനകത്ത് ഉണ്ടാവുക. അതിൽ 1 to 7 എന്ന് പറയുന്നത് ആസിഡ് ആണ്, 7 to 14 എന്ന് പറയുന്നത് ബേസ് ആണ്. ഇതിൽ ഏതാണ് നോർമൽ pH സ്കെയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് റെയിൻ വാട്ടറിൻ്റെ? ഏതാണ്? 5.6 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 5.6. അങ്ങനെയാണെങ്കിൽ ആസിഡ് റെയിൻ്റെ എപ്പോഴും ചോദിക്കാറുണ്ട്. ആസിഡ് റെയിൻ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് വേരിയേഷൻ വരും. 5.6ൽ നിന്ന് എന്തായാലും താഴെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാലോ. 4 to 5 ആണ് ആസിഡ് റെയിൻ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആസിഡ് റെയിൻ എന്ന് പറയുന്നത് നോർമൽ pHൽ നിന്ന്, അതായത് നോർമൽ pH എന്ന് പറയുന്നത് 5.6 ആണ്. അതിൽ നിന്ന് 4 to 5ലേക്ക് വരുന്നതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, 8th ക്വസ്റ്റ്യൻ. ദ മേജർ നാച്ചുറൽ സോഴ്സ് ഓഫ് റിലീസിങ് SO2 പൊല്യൂട്ടൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ SO2 പൊല്യൂട്ടൻസ് ഉണ്ടാവുന്ന മേജർ സോഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് ഏതൊക്കെയാണ്? വോൾക്കാനിക് ഇറപ്ഷൻ, ഡീകേ ഓഫ് വെജിറ്റബിൾ ഗാർബേജസ്, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ഓഷൻസ്. വോൾക്കാനിക് ഇറപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, SO2 പൊല്യൂട്ടൻസ് ഉണ്ടാവുന്നത്, ഓക്സൈഡ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? വോൾക്കാനിക് ഇറപ്ഷൻ കൊണ്ടാണ്. ഓക്കെ, 9th ക്വസ്റ്റ്യൻ. ഡിസീസ് കോസ്ഡ് ബൈ ഈറ്റിംഗ് ഫിഷ് ഫൗണ്ട് ഇൻ കണ്ടാമിനേറ്റഡ് വിത്ത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഹാവിംഗ് മെർക്കുറി. മെർക്കുറി ഉള്ള അല്ലെങ്കിൽ മെർക്കുറി കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിൽ ഉണ്ടാവുന്ന ഫിഷസ് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഡിസീസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ വേസ്റ്റിൽ എന്തുണ്ടാവാറുണ്ട്? മെർക്കുറി ഉണ്ടാവാറുണ്ട്. ആ മെർക്കുറി കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിൽ വളരുന്ന ഫിഷസ് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഡിസീസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മീനാമാറ്റ ഡിസീസ് ഉണ്ട്, ബ്രൈറ്റ്സ് ഡിസീസ് ഉണ്ട്, ഹഷിമോട്ടോ ഡിസീസ് ഉണ്ട്, ഓസ്റ്റിയോസ്ക്ലെറോസിസ് ഉണ്ട്. ഏതാണ്? മീനാമാറ്റ ഡിസീസ് ആണ്. ഓക്കെ, മെർക്കുറി, മീനാമാറ്റ. ഓക്കെ, അത് നമുക്ക് അങ്ങനെ ഓർത്ത് വെക്കണം. മെർക്കുറി, മീനാമാറ്റ.
ഓക്കെ, മെർക്കുറി കണ്ടാമിനേഷൻ കൊണ്ടുണ്ടാവുന്ന ഡിസീസാണ് മീനാമാറ്റ എന്ന് പറയുന്നത്. നെർവസ് സിസ്റ്റത്തിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. എവിടെയാണ്? നെർവസ് സിസ്റ്റത്തിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. മീഥൈൽ മെർക്കുറി ഫുഡ് പോയിസണിങ് എന്ന് പറയുന്ന ഒരു ഇത് ജർമ്മനിയിൽ മീനാമാറ്റ ട്രാജഡി എന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ട്. മീനാമാറ്റ ട്രാജഡി എന്നറിയപ്പെടുന്നത് മീഥൈൽ മെർക്കുറി ഫുഡ് പോയിസണിങ് എന്ന് പറയുന്ന ഒരു ഇൻസിഡന്റ് ആണ്. ഓക്കെ, അതെന്തുകൊണ്ടാണ്? കണ്ടാമിനേറ്റഡ് ഫിഷസിനെയും അതുപോലെ തന്നെ മെർക്കുറി കണ്ടാമിനേഷൻ ഉള്ള ഫിഷസിനെയും ഷെൽ ഫിഷിനെയൊക്കെ കഴിച്ചതുകൊണ്ട് ഉണ്ടായ ഒരു ഡിസീസാണ് ഈ പറയുന്ന മീനാമാറ്റ ട്രാജഡി ഉണ്ടാവാനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ മെർക്കുറി എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഓർക്കണം, മീനാമാറ്റ ഡിസീസ്. 10th ക്വസ്റ്റ്യനിലേക്ക് പോവാം. The process of eutrophication is due. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഇൻസെക്ടിസൈഡ് ഇൻ വാട്ടർ, ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഫ്ലൂറൈഡ് അയോൺ ഇൻ വാട്ടർ, ദ പ്രൊഡക്ഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ വാട്ടർ ഡ്യൂ ടു ഫോസ്ഫേറ്റ് പൊല്യൂഷൻ ഇൻ വാട്ടർ, അറ്റാക്ക് ഓഫ് യങ്ങർ ലീവ്സ് ഓഫ് എ പ്ലാന്റ് ബൈ പെറോക്സി അസൈൽ നൈട്രേറ്റ്. ഓക്കെ, എന്താണ് നമുക്കറിയാം? ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ കുറവാണ് അല്ലെ, പ്രൊഡക്ഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ വാട്ടർ ഡ്യൂ ടു ഫോസ്ഫേറ്റ് പൊല്യൂഷൻ, അതാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്സിജൻ്റെ എമൗണ്ട് കുറയുന്നത് ആൽഗേസിൻ്റെയും ഒക്കെ പ്രൊഡക്ഷൻ കൊണ്ട് എന്താ ഓക്സിജൻ്റെ ലെവൽ കുറയുന്നതിന് നമ്മൾ പറയുന്നതാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 11th ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ലെവൻത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ഫെർട്ടൈൽ സോയിൽ ഈസ് ലൈക്ലി ടു ഹാവ് പി എച്ച് ഓഫ്. ഫെർട്ടൈൽ സോയിലിൻ്റെ പി എച്ച് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 2 pH പഠിച്ചു. ഒന്ന് നമ്മുടെ സാധാ റെയിൻ വാട്ടറിൻ്റെ pH പഠിച്ചു, പിന്നെ ആസിഡ് റെയിൻ്റെ pH പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫെർട്ടൈൽ സോയിൽ ഈസ് ലൈക്ലി ടു ഹാവ് പി എച്ച് ഓഫ്. ഫെർട്ടൈൽ സോയിലിൻ്റെ pH ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫെർട്ടൈൽ സോയിലിൻ്റെ pH വന്നിട്ട് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഫെർട്ടൈൽ സോയിലിൻ്റെ pH 6 to 7 ആണ്. 3 ഉണ്ട് ഓപ്ഷനിൽ, 9 to 10 ഉണ്ട്, 3 to 4 ഉണ്ട്, 6 to 7 ഉണ്ട്. 6 to 7 ആണ് ഫെർട്ടൈൽ സോയിലിൻ്റെ pH എന്ന് പറയുന്നത്. ഓക്കെ, ഫെർട്ടൈൽ സോയിലിൻ്റെ pH എന്ന് പറയുന്നത് 6 to 7 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 12th ക്വസ്റ്റ്യൻ. മെഷർമെൻറ്റ് ഓഫ് എ അവിടെ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. മെഷർമെൻറ്റ് ഓഫ് ഓക്സിജൻ യൂട്ടിലൈസേഷൻ ബൈ യൂണിറ്റ് വോളിയം ഓഫ് എ പൊല്യൂട്ടഡ് വാട്ടർ ഓഫ് എ പീരീഡ് ഓഫ് ടൈം ഈസ് റിലേറ്റഡ് ടു. അതായത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, മെഷർമെൻറ്റ് ഓഫ്, അത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്സിജൻ യൂട്ടിലൈസേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓക്സിജൻ യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും അത്? BOD, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആയിരിക്കും. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു യൂണിറ്റ് വോളിയം ഓഫ് പൊല്യൂട്ടഡ് വാട്ടറിൽ പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടാവുന്ന ഓക്സിജൻ്റെ യൂട്ടിലൈസേഷൻ, ഓക്സിജൻ യൂട്ടിലൈസേഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അവിടെ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ളത്. 13th ക്വസ്റ്റ്യൻ. ദ പ്രസൻസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ ഈസ് റെസ്പോൺസിബിൾ ഫോർ മോട്ടിൽ ഓഫ് ടീത്ത്. ഡ്രിങ്കിങ് എന്നാണ്. ഡ്രിങ്കിങ് വാട്ടർ ഈസ് റെസ്പോൺസിബിൾ ഫോർ മോട്ട്ലിംഗ് ഓഫ് ടീത്ത്. മോട്ട്ലിംഗ് ഓഫ് ടീത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല്ലിൽ നമുക്ക് കറകൾ വരുന്നത്, ബ്രൗൺ കളേർഡായിട്ട് വരുന്നതിനൊക്കെയാണ് മോട്ട്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ വേറൊരു പേരും കൂടി ഇട്ട് വിളിക്കും, ഡെന്റൽ ഫ്ലൂറോസിസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏതാണ് ഡിസീസ് അല്ലെങ്കിൽ ഏതാണ് കോമ്പൗണ്ട്? ഫ്ലൂറിൻ ആണ്. ഓക്കെ, ഫ്ലൂറിൻ ആണ് എന്തായിരിക്കുന്നത്? മോട്ട്ലിംഗ് ഓഫ് ടീത്തിന് അല്ലെങ്കിൽ ഡെന്റൽ ഫ്ലൂറോസിന് കാരണമായിട്ടുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത്. എന്ത് ഫ്ലൂറിൻ ഉള്ള വാട്ടർ നമ്മൾ ഡ്രിങ്കിങ് വാട്ടറായിട്ട് യൂസ് ചെയ്താലാണ് നമുക്ക് എന്ത് വരുന്നത്? ഈ മോട്ട്ലിംഗ് ഓഫ് ടീത്ത് വരുന്നത് അല്ലെങ്കിൽ ഡെന്റൽ ഫ്ലൂറോസിസ് എന്ന് പറയുന്ന ഒരു രോഗം, ഡീകളറേഷൻ ഒക്കെ വരുന്നത്. ഓക്കെ, 19th ക്വസ്റ്റ്യൻ. ഗ്രീൻ കെമിസ്ട്രി reactions which produces color during reaction reduces the use and production of hazardous chemicals related to the depletion of ozone layer. Study the reaction in plants. ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? കളേർഡ് ആയിട്ടുള്ള റിയാക്ഷനുകൾ ഉണ്ടാക്കുന്നതാണോ, അതോ ഹസാഡിയസ് ആയിട്ടുള്ള കെമിക്കൽസ് പ്രൊഡക്ഷൻ റിഡ്യൂസ് ചെയ്യുന്നതാണോ, ഓസോൺ ലെയർ ഡിപ്ലീഷനെ കുറിച്ചിട്ടാണോ, പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ളതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഹസാഡിയസ് ആയിട്ടുള്ള കെമിക്കൽസിൻ്റെ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് കോമ്പൗണ്ട്സ്, അതൊക്കെയാണ് എന്തിൽ വരുന്നത്? ഗ്രീൻ കെമിസ്ട്രിയിൽ വരുന്ന പ്രിൻസിപ്പിൾസിനകത്തുള്ളതാണ്. എന്ത്? ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസിൻ്റെ പ്രൊഡക്ഷനും യൂസും എന്ത് ചെയ്യണം? കുറയ്ക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഗ്രീൻ കെമിസ്ട്രി റിലേറ്റഡ് ടു റെഡ്യൂസിങ് the use and production of hazardous chemicals. 15th question. Which one of the following diseases and cause are incorrectly matched? ഇപ്പോൾ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് 2 എണ്ണം ചെയ്യാൻ പറ്റും. ഫ്ലൂറോസിസ്,
ഫ്ലൂറൈഡ് ഇൻ വാട്ടർ. അത് കറക്റ്റാണ് അല്ലേ. ഫ്ലൂറോസിസ് എന്ന് പറയുന്നത് വാട്ടറിൽ ഫ്ലൂറിൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞു. ഡീകളറേഷൻ പറഞ്ഞു, മോട്ടിലിംഗ് ഓഫ് ടീത്ത് പറഞ്ഞു. മീനാമാറ്റ ഡിസീസ് മെർക്കുറി നമ്മൾ പറഞ്ഞിരുന്നു. മീനാമാറ്റ ഡിസീസ് മെർക്കുറി പോയിസണിങ് കൊണ്ടാണ്. എന്താണ് മെർക്കുറി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളുള്ള വാട്ടറിൽ വളരുന്ന ഫിഷ് നമ്മൾ കഴിക്കുമ്പോൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് മീനാമാറ്റ ഡിസീസ് എന്ന് പറഞ്ഞു. പിന്നെ ഇവർ രണ്ടുപേരുമാണ് നമുക്ക് ഡൗട്ടുള്ളത്. ഏതാണ് വൈറ്റ് ഡിസീസ് ആണ് കെമിക്കൽ ഫ്രം പെട്രോളിയം ഇൻഡസ്ട്രിയിൽ നിന്നാണെന്നാണ് പറയുന്നത്. ന്യൂമോകോണിയോസിസ് പർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻ ഫ്രം ഇൻഡസ്ട്രി. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വൈറ്റ് ഡിസീസ് ആണ്. ഇത് ഓപ്പോസിറ്റ് ആണ് കേട്ടോ, നെഗറ്റീവാണ്. അപ്പോൾ എന്താണ് വൈറ്റ് ഡിസീസ് അല്ല കെമിക്കൽ ഫ്രം പെട്രോളിയം ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നത്. ബാക്കിയെല്ലാം എന്താണ് കറക്റ്റാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, താജ്മഹൽ ഈസ് സഫറിംഗ് ഫ്രം മാർബിൾ ക്യാൻസർ. എന്താണ് മാർബിൾ ക്യാൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ, സ്മോക്ക് ഫില്ലിംഗ് ദ താജ്മഹൽ ഫ്രം അഡ്ജോയിനിങ് ഇൻഡസ്ട്രീസ് ആൻഡ് ഡെപ്പോസിറ്റിംഗ് ഓൺ ദി മാർബിൾസ്. Yellowing of marbles on account of soot particles and producing a mixture of calcium and carbon. Acid rain corrode marble and produces calcium sulfate. Acid rain corrode marble and produces sodium sulfate. നമുക്കറിയാം ആസിഡ് റെയിൻ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം താജ്മഹലിനുണ്ട്. എന്താണ് മാർബിൾസിന്റെ ഡീകളറേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ആസിഡ് റെയിൻ കൊറോഡ്സ് മാർബിൾ ആൻഡ് പ്രൊഡ്യൂസസ് കാൽഷ്യം സൾഫേറ്റ് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, question number 18, the region which is greatly affected by air pollution കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് ഗ്രീൻ ഹൗസ് എയർ പൊല്യൂഷൻ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്? ഏറ്റവും ടോപ്പർ, അതായത് നമ്മുടെ എർത്തിൻ്റെ ഒരു ലോവർ മോസ്റ്റ് റീജിയനിലാണ്. ലോവർ മോസ്റ്റ് റീജിയൻ ഓഫ് അറ്റ്മോസ്ഫിയർ എന്നറിയപ്പെടുന്നത് എന്താണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അപ്പോൾ ലോവർ മോസ്റ്റ് റീജിയനിലാണ് എന്തുണ്ടാവുന്നത്? എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നത്. ബാക്കി 5 ലെയേഴ്സാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? താഴത്ത് നമ്മൾ മുകളിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രോപ്പോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, മീസോസ്ഫിയർ ഉണ്ട്, തെർമോസ്ഫിയർ ഉണ്ട്, ലാസ്റ്റായിട്ട് എക്സോസ്ഫിയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ ഒരു ലോവർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. ഈ ട്രോപ്പോസ്ഫിയറിലാണ് എന്തുണ്ടാവുന്നത്? എയർ പൊല്യൂഷൻ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 19ാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും BOD വെച്ചിട്ടാണ്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ ബാക്ടീരിയ ടു ബ്രേക്ക് ഡൗൺ ദി ഓർഗാനിക് മാറ്റർ ഇൻ എ സാമ്പിൾ ഓഫ് വാട്ടർ. ദി എമൗണ്ട് ഓഫ് കെമിക്കൽ റിക്വയർഡ് ടു ബ്രേക്ക് ഡൗൺ ദി ഓർഗാനിക് മാറ്റർ ഇൻ എ സാമ്പിൾ ഓഫ് വാട്ടർ. എമൗണ്ട് ഓഫ് ഫോസ്ഫേറ്റ് required to oxidize the organic matter in a sample of water. The amount of organic matter present in a given sample of water. മുകളിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തവർക്ക് ഇത് നോക്കാം നമുക്ക്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? the amount of oxygen required by a bacteria to break down the organic matter in a sample of water. ഓക്കെ, ബാക്ടീരിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ, അതാണ് എന്തെന്ന് പറയുന്നത്? BOD എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ ബാക്ടീരിയ ടു ബ്രേക്ക് ഡൗൺ ദി ഓർഗാനിക് മാറ്റർ ഇൻ എ സാമ്പിൾ ഓഫ് വാട്ടർ. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് ഇതിൽ. കാർബൺ മോണോക്സൈഡ് ഈസ് ഹാർംഫുൾ ടു ഹ്യൂമൻ ബീയിങ്സ്. എന്തുകൊണ്ടാണ്? അതൊരു കാർസിനോജനിക് ആയതുകൊണ്ടാണോ? അതോ അതൊരു ആൻറ്റഗോണിസ്റ്റ് ടു CO2 ആയതുകൊണ്ടാണോ? അതോ ഹിമോഗ്ലോബിൻ്റെ എഫക്റ്റ്, അതായത് ഹിമോഗ്ലോബിനേക്കാൾ പെട്ടെന്ന് നമ്മുടെ ഇതായിട്ട് ഓക്സിജൻ ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത് കൊണ്ടാണോ? അതോ ലാസ്റ്റ് ഓപ്ഷൻ ഇറ്റ് ഈസ് ഡിസ്ട്രക്റ്റീവ് ടു CO2 ആണോ? ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? കാർസിനോജനിക് ആണ്. അല്ലെങ്കിൽ എന്താണ്? അണ്ടർ ആൻറ്റഗോണിസ്റ്റ് ടു CO2 ആൻറ്റഗോണിസ്റ്റ് ആണ്. പിന്നെ എന്താണ്? ഇറ്റ് ഹാസ് ഹയർ അഫിനിറ്റി ഫോർ ഹിമോഗ്ലോബിൻ. ഓക്സിജൻ ഹിമോഗ്ലോബിനെ ബൈൻഡ് ചെയ്യുന്നതിനേക്കാളും കാർബൺ മോണോക്സൈഡിന് അഫിനിറ്റി കൂടുതലാണെന്നാണ് പറയുന്നത്. പിന്നെ ഡിസ്ട്രക്റ്റീവ് ടു CO2 ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ് ഹാസ് ഗ്രേറ്റർ അഫിനിറ്റി ഫോർ ഹിമോഗ്ലോബിൻ ആസ് കമ്പയർ ടു ഓക്സിജൻ. ഓക്സിജനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ഇതിന് ഗ്രേറ്റർ അഫിനിറ്റി ആണ് നമ്മുടെ കാർബൺ മോണോക്സൈഡിന് ഉള്ളത്. അതുകൊണ്ടാണ് എന്താണ് കാർബൺ മോണോക്സൈഡ് നമുക്ക് ഹാംഫുൾ ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോക്കിയിട്ട് 20 ക്വസ്റ്റ്യൻസ് ആണ്. 20 ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് നമുക്ക് വിചാരിക്കുന്നു. നമ്മൾ ഒന്നും കൂടി ഒന്ന് ഓടിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഇവർ 3 പേരും എന്താണെന്നാണ് പറഞ്ഞത്? സീരിയസ് പൊല്യൂട്ടൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഇത് പറഞ്ഞപ്പോൾ ബയോഡീഗ്രേഡബിൾ, നോൺ ബയോഡീഗ്രേഡബിൾ പറഞ്ഞു. ഡൊമസ്റ്റിക് വേസ്റ്റ് ആണ് ബയോഡീഗ്രേഡബിൾ. 3ാമത്തെ ക്വസ്റ്റൻ എടുത്ത് നോക്കുമ്പോൾ ഏതാണ് സ്മോഗ് ഉണ്ടാക്കാത്തത് ഇവിടെ SO2 ആണ്, അല്ലെങ്കിൽ സൾഫറിൻ്റെ ഓക്സൈഡ് ആണ്. 4ാമത്തത് നമുക്ക് നോക്കുമ്പോൾ സെക്കൻഡറി പൊല്യൂട്ടൻസ് ആയിട്ടുള്ളത് പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് അഥവാ പാൻ ആണെന്ന് പറഞ്ഞു.
ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കാൻ പറഞ്ഞത്. റോങ് സ്റ്റേറ്റ്മെന്റ് ഏതായിരുന്നു? ഓസോൺ ലെയർ പെർമിറ്റ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ അല്ല, UV റേഡിയേഷൻ ഫ്രം സൺ റീച്ച് ദി എർത്ത് ആണ്. ഓക്കെ, പിന്നെന്താണ്? നൈട്രേറ്റ് ഉള്ള ഡ്രിങ്കിങ് വാട്ടർ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഡിസീസ് എന്ന് പറയുന്നത് മെത്തിമോഗ്ലോബനീമിയാണ്. സെവൻത്ത് ക്വസ്റ്റ്യൻ pH ഓഫ് റെയിൻ വാട്ടർ എന്ന് പറയുന്നത് 5.5 അല്ലെങ്കിൽ 5.6 ഒക്കെയാണ് നോർമൽ റെയിൻ വാട്ടറിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ SO2 പൊല്യൂട്ടൻസ് കൂടുതലായിട്ട് വരുന്നത് വോൾക്കാനിക് ഇറപ്ഷൻ കൊണ്ടാണ്. നയൻത്ത് ക്വസ്റ്റ്യൻ മെർക്കുറി കണ്ടാമിനേഷൻ കൊണ്ടുണ്ടാവുന്ന വാട്ടറിൽ വളരുന്ന ഫിഷസിനെ നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഡിസീസ് എന്ന് പറയുന്നത് മീനാമാറ്റ ഡിസീസ് ആണ്. യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്നാണ് പറഞ്ഞത്? ഡിസോൾവ്ഡ് ഓക്സിജന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. pH ഓഫ് ഫെർട്ടൈൽ സോയിൽ എന്ന് പറയുന്നത് 6 to 7 ആണ്. അതുപോലെ തന്നെ BODനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, ഓക്സിജൻ യൂട്ടിലൈസേഷൻ ഓഫ് യൂണിറ്റ് വോളിയം ഓഫ് പൊല്യൂട്ടന്റ്. 13th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡ്രിങ്കിങ് വാട്ടർ, അതായത് ഡ്രിങ്കിങ് വാട്ടറിൽ ഫ്ലൂറൈഡിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് എന്ത് ഡിസീസ് ഉണ്ടാവുന്നത്? മോട്ടിലിംഗ് ഓഫ് ടീത്ത് അല്ലെങ്കിൽ ഡെന്റൽ ഫ്ലൂറോസിസ് അല്ലെങ്കിൽ ഡീകളറേഷൻ ഇൻ ടീത്ത് ഒക്കെ ഉണ്ടാവുന്നത്. ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കൽസിന്റെ യൂസും പ്രൊഡക്ഷനും കുറയ്ക്കുക എന്നുള്ളൊരു മെത്തേഡിൽ ഉണ്ടാക്കിയൊരു പ്രൊജക്റ്റാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇവിടെ ഇൻകറക്റ്റ്ലി മാച്ച് ചെയ്തിരിക്കുന്നത് വൈറ്റ് ഡിസീസ് ആണ്, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ഫ്ലൂറോസിസ്, ഫ്ലൂറൈഡ് ഇൻ വാട്ടർ, മീനാമാറ്റ ഡിസീസ്, മെർക്കുറി നമുക്ക് കൺഫേം ആണ്. ബാക്കി ന്യൂമോണോകൊണിയോസിസ് എന്ന് പറയുന്നത് പർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻറ്റ് ഫ്രം ഇൻഡസ്ട്രി ആണ്. ഓക്കെ, മാർബിൾ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് റെയിൻ കൊണ്ട് മാർബിൾസ് കൊറോഡ്സ് ആയിട്ട് കാൽഷ്യം സൾഫേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, 17ാമത്തെ ചോദ്യം ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് തന്നിരിക്കുന്നതിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ CO2. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 18ാമത്തെ ക്വസ്റ്റ്യൻ എയർ പൊല്യൂട്ടന്റ് ഗ്രേറ്റ്ലി എഫക്റ്റഡ് ബൈ എയർ പൊല്യൂട്ടന്റ് ഏത് ലെയർ ആണെന്നാണ്? ട്രോപ്പോസ്ഫിയർ ആയിരുന്നു. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇവിടെ BOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ ബാക്ടീരിയ ടു ബ്രേക്ക് ഡൗൺ ദി ഓർഗാനിക് മാറ്റർ ഇൻ എ സാമ്പിൾ ഓഫ് വാട്ടർ. ഓക്കെ, ഇനി കാർബൺ മോണോക്സൈഡ് എന്തുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് ഹാംഫുൾ ആവുമെന്ന് പറയണ കാരണം എന്ന് പറയുന്നത് ഓക്സിജനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കാർബൺ മോണോക്സൈഡിന് ഹീമോഗ്ലോബിനായിട്ട് ഹയർ എഫിനിറ്റി ഉണ്ട്. ഓക്കെ, ബൈൻഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? നമ്മൾ ഇത് കുറച്ചുകൂടി ടോക്സിക് ആണ് എന്ന് പറയുന്നത്.